ശബരിമല മിൽമ നെയ്യ് അഴിമതി അന്വേഷിക്കാനുള്ള SIT പട്ടിക സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറി. വിജിലൻസിലെ 5 ഇൻസ്പെക്ടർമാർ അന്വേഷണ സംഘത്തിലുണ്ട്. മേൽനോട്ട ചുമതലയ്ക്ക് 3 പേരുടെ പട്ടികയും കൈമാറി. SP MJ സോജൻ SIT മേധാവിയാകും. വിജിലൻസ് DYSP CH ഹരി അന്വേഷണ ഉദ്യോഗസ്ഥനാകും. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഈ പട്ടിക ഹൈക്കോടതി അംഗീകരിച്ചോ? 1 മാസത്തിനുള്ളിൽ SITക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകണം, അല്ലേ? റോഷ്നി, ശബരിമലയിലെ മിൽമ നെയ്യ് അഴിമതിയുമായി ബന്ധപ്പെട്ട് പട്ടിക സർക്കാർ കൈമാറി. ഇതിൽ SP MJ സോജനാണ് SITയുടെ മേധാവി. SITയുടെ പട്ടിക ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് DYSP CH ഹരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. 4 ഇൻസ്പെക്ടർമാരും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. SIT 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിൽ ശബരിമല മിൽമ നെയ്യ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നേരത്തെ തന്നെ രാവിലെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ, സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുമ്പോൾ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. നെയ്യിൻ്റെ ഒരു സാമ്പിൾ പോലും പരിശോധിച്ചില്ല. 1,65,000 ലിറ്റർ നെയ്യ് വാങ്ങുമ്പോൾ ശാസ്ത്രീയമായ ഒരു പരിശോധനയും ഉണ്ടായില്ല. ഗുണനിലവാരം മനസ്സിലാക്കാതെ എങ്ങനെ പർച്ചേസ് പോയി? ദിവസം കമ്മീഷണർ ദേവസ്വം കമ്മീഷണർ നേരത്തെ രേഖാമൂലം എതിർപ്പ് അറിയിച്ചിരുന്നു. ഇത് മറികടന്നാണ് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാനുള്ള തീരുമാനം എടുത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ നൽകണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക കൈമാറിയതും. SP MJ സോജൻ SITയുടെ മേധാവിയാകുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. 3 പേർക്കാണ് മേൽനോട്ട ചുമതല. അതിൽ SP MJ സോജനാണ് SITയുടെ മേധാവിയാവുക. ഹൈക്കോടതി പട്ടിക അംഗീകരിച്ചിട്ടുണ്ട്. വിജിലൻസ് DYSP CH ഹരി അന്വേഷണ ഉദ്യോഗസ്ഥനുമാണ്.